ഈ താടിക്ക് കൈ കൊടുത്ത് നിൽക്കുന്ന ആളാണ് ഞാൻ. കൈ കെട്ടി നിൽക്കുന്ന ആളാണ് എന്റെ ഏജ്, അതായത് വയസ്സ്. ഓ മൈ ഗോഡ്, നരച്ച മുടി. എന്നാലും ഇത്ര വേഗം എങ്ങനെയാവും എന്റെ മുടി നരച്ച്? ഹലോ, എന്താണ് ഒരു വിഷാദഭാവം? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. എന്താ വിഷമിച്ച് നിക്കണേന്ന് പോലും. എന്റെ തലയിലും മുടിയൊക്കെ നരച്ചു തുടങ്ങിനേ. ആണോ? എവിടെ നോക്കട്ടെ. ഇത് ഒരെണ്ണല്ലുള്ളൂ. എന്റെ പൊന്നോ, അതൊന്നും സാരില്ലടോ. ഒരെണ്ണോ? ഇന്നലെ ഞാൻ ഉറങ്ങാൻ കിടന്നിട്ട് പെട്ടിയെന്ന് എഴുന്നേറ്റപ്പോ എനിക്കൊരു നരച്ച മുടി കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓട്ടം സീസൺ ഒക്കെ അല്ലേ, വല്ല കാറ്റിലും പുറത്തുനിന്ന് വല്ല മദാമ്മമാരുടെ മുടി പറന്നു വന്നതായിരിക്കുന്നത് സമാധാനിച്ചിരിക്കുമ്പോഴാണ് ഇതാ ഇപ്പൊ വേറൊരെണ്ണം. എന്നിട്ട് ഒരെണ്ണാണ് പോലും. എന്റെ ദൈവമേ, പ്രായമൊക്കെ ആവല്ലേ, അപ്പൊ ഒന്ന് രണ്ട് മുടി നരച്ചൂന്നും കൈമുട്ടും കാൽമുട്ടൊക്കെ ഇച്ചിരി വേദന എടുത്തുന്നൊക്കെ ഇരിക്കും. അതൊക്കെ ഇത്ര പരാതി പറയാനുണ്ടോ? ആഹാ, അത് കൊള്ളാലോ. ഐ എം ജസ്റ്റ് 35. എനിക്കത്ര പ്രായമൊന്നായിട്ടില്ല. പ്രായമായി പോലും. പിന്നെ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഇന്നത്തെ ഒരു കണക്കനുസരിച്ച് നിനക്കൊരു 70 വയസ്സ് വരെയാണ് ദൈവം ആയുസ് വെച്ചിട്ടുള്ളതെങ്കിൽ അതിന്റെ പകുതി ഇപ്പൊ നീ ജീവിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം മറക്കണ്ടാട്ടാ. നിങ്ങൾ എന്ത് കഷ്ടമാണ്. നിങ്ങൾ മനുഷ്യനെ നെഗറ്റീവ് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണോ? എന്തൊരു ഡാർക്കാണ് നിങ്ങള്. എന്റെ പൊന്നോ. അതൊക്കെ പോട്ടെ, ഒരു വലിയൊരു രമണങ്കടാജ് ഡയലോഗ് ഉണ്ടായിരുന്നില്ലേ, ഏജ് ഈസ് ജസ്റ്റ് നമ്പർ എന്നോ അങ്ങനെ എന്തോ. എന്റെ സ്വന്തം കാര്യം വന്നപ്പോ അതൊന്നും ഇല്ലേ? നിങ്ങൾ വെറുതെ വായന വല്ലതും കേൾക്കണ്ട കേട്ടോ. പൂച്ചയ്ക്ക് വീണ വായന എലിക്ക് പ്രാണവേദന എന്ന് കേട്ടിട്ടുള്ളൂ. ഞാൻ തന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ആ ഡയലോഗ് ഒരു സൂപ്പർ ഡയലോഗ് തന്നെയാടോ. ഏജ് ഈസ് ജസ്റ്റ് നമ്പർ. ഏജ് ഒന്നല്ല നമ്മളെ എന്താണെന്നോ നമ്മുടെ ഫ്യൂച്ചർ എന്താണെന്നോ തീരുമാനിക്കുന്നത് നമ്മുടെ വയസ്സൊന്നുമല്ല. നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. നമുക്ക് സന്തോഷം കിട്ടുന്ന, സമാധാനം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഈ വയസ്സൊന്നും ഒരു പ്രശ്നമല്ല. ഹെൽത്തി ആയിട്ടിരിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കേട്ടിട്ടില്ലേ, ചുമ്മാതങ്ങ് ചിരിച്ചോണം ജീവിതം പൊളിയാന്ന്. അത്രയ്ക്കുള്ളൂ, സിമ്പിളാണ് കാര്യങ്ങൾ. എന്റെ അമ്മോ, ഇത് സൂപ്പർ ആട്ടോ. പൊളി മോട്ടിവേഷൻ. പിന്നെ ഉണ്ടല്ലോ, ആ നരച്ച മുടിയുണ്ടല്ലോ, അതങ്ങോട്ട് വലിച്ചു പറിച്ചു കളഞ്ഞാൽ ഇപ്പോഴത്തെ പ്രശ്നത്തിന് ചെറിയൊരു ആശ്വാസം കിട്ടും. അത് വല്ല പ്രശ്നാവോ? നരച്ച മുടി വലിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വരുന്നത് നരച്ച മുടിയായിരിക്കും ആരോ പറഞ്ഞു കേട്ടല്ലോ. എന്നാരും പറഞ്ഞു? അങ്ങനെ ചോദിച്ചാ ആരാന്നറിയില്ല, ആരോ പറഞ്ഞു കേട്ടു. അങ്ങനെയൊന്നും ഇല്ലടോ, അതൊന്നും സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടേ ഇല്ല. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ആണോ? എന്നാ പിന്നെ നമുക്ക് പറിച്ചു കളയാലേ.